ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചതിന് പിന്നാലെ സർക്കാർ 2000 കോടി രൂപ വായ്പ എടുക്കുന്നു. ശമ്പള ചെലവുകൾക്ക് വേണ്ടി കടപ്പത്രം വഴി പണം സമാഹരിക്കാനാണ് ശ്രമം. സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പ്രഖ്യാപനത്തെ ചൊല്ലി ഭരണപ്രതിപക്ഷങ്ങൾ കൊമ്പുകൂർക്കുകയാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനങ്ങളെ കബളിപ്പിക്കലാണ് പ്രഖ്യാപനമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. പ്രതിപക്ഷത്തിന് നിരാശയെന്നാണ് ഭരണപക്ഷത്തിന്റെ മറുപടി. അതിനിടെ ഓണറേറിയം കൂട്ടിയെങ്കിലും സെക്രട്ടേറിയറ്റ് മുന്നിലെ സമരം തുടരുമെന്ന് ആശാ വർക്കേഴ്സ് അറിയിച്ചു. ആശാ വർക്കേഴ്സിന്റെ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിച്ചത് സമര വിജയമായി വിലയിരുത്തുന്നുണ്ടെങ്കിലും സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ഉടൻ അവസാനിപ്പിക്കുന്നില്ല. ശനിയാഴ്ച സമര പ്രഖ്യാപന റാലി നിശ്ചയിച്ചിട്ടുണ്ട്. തുടർ സമരരീതി അന്ന് പ്രഖ്യാപിക്കും. 1-ാം തീയതി ഈ സമരപന്തലിൽ വലിയൊരു കൂടിച്ചേരൽ നടത്തുകയാണ്. സമര പ്രതിജ്ഞാ റാലി ഈ പന്തലിൽ വെച്ച് ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. ജനപ്രിയ പ്രഖ്യാപനങ്ങളോടെ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള പോര് കടുത്തു. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ഓർമ്മിക്കേണ്ട കാര്യമാണ് ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നാണ് മോഡി ചിന്തിക്കുന്നത്. അത് തന്നെയാണ് ശ്രീ പിണറായിയും ചിന്തിക്കുന്നത്. 2500 രൂപ കൊടുക്കാം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവസാനം തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ 400 രൂപ കൂട്ടുന്നത് ആരെ കബളിപ്പിക്കാനാ? നേരത്തെ തീരുമാനിച്ച ക്ഷേമപ്രവർത്തനങ്ങളാണ് നടപ്പാക്കുന്നതെന്നാണ് സർക്കാർ വാദം. എന്ത് ചെയ്താലും കുറ്റം പറയുന്ന പ്രതിപക്ഷത്തോട് ഒന്നും പറയാനില്ലെന്ന് മന്ത്രി വി എൻ വാസവൻ. ഏത് നല്ല കാര്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴും നിങ്ങൾക്കറിയാം പല രൂപത്തിലുള്ള വിമർശനങ്ങളുമായിട്ടാണ് എല്ലാ കാലത്തും പ്രതിപക്ഷം വരാറ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.